ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പുന്നയൂർക്കുളം കല്ലാറ്റിൽ ഷമീൽ ഷെരീഫാണ് അറസ്റ്റിലായത്. SSLC പരീക്ഷാ ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഫലപ്രഖ്യാപനം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് 9-ന് പ്രസിദ്ധീകരിക്കും. മാമ്പ്ര പൈങ്കാവിൽ കപ്പേളകളുടെ ഭണ്ഡാരപ്പെട്ടികളും കടയും കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നും മോഷണം പോയ തുക വ്യക്തമല്ല. കടയിൽ നിന്നും 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടമായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പുന്നയൂർക്കുളം കല്ലാറ്റിൽ ഷമീൽ ഷെരീഫാണ് അറസ്റ്റിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റും സ്ക്വാഡും NH പെട്രോളിംഗ് സംഘവും ചേർന്ന് മണ്ണുത്തിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BL ഷിബുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന നടത്തിയിരുന്നത്. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവയിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത്. പിടിച്ചെടുത്ത കഞ്ചാവ് 1200ഓളം ചെറുപൊതികളിലാക്കി വിൽക്കാനായിരുന്നു പദ്ധതി. ആന്ധ്രയിൽ നിന്നും 50,000 രൂപ കൊടുത്ത് പ്രതി വാങ്ങിയ കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽക്കുമ്പോൾ 7,50,000 രൂപ ലഭിക്കുമെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ആലുവയിലും പെരുമ്പാവൂരുമായി ഒരു ദിവസം 100ഓളം ചെറുപൊതികൾ വിൽപ്പന നടത്താറുണ്ടെന്നും പ്രതി സമ്മതിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ്, സുദർശനകുമാർ, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ MM മനോജ് കുമാർ, VR ജോർജ്, MK കൃഷ്ണപ്രസാദ്, MS സുധീർ കുമാർ, TR സുനിൽ, PB സിജോമോൻ, VV കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. SSLC പരീക്ഷാ ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഫലപ്രഖ്യാപനം. 70 ക്യാമ്പുകളിലായി നടന്ന മൂല്യനിർണ്ണയത്തിന്റെ ടാബുലേഷനും ഗ്രേസ് മാർക്കും അടക്കമുള്ള നടപടികൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് 9-ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് 9-ന് പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 3 മുതൽ 20 വരെയാണ് SSLC മൂല്യനിർണ്ണയം നടന്നത്. 24 വരെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും നടന്നു. പരീക്ഷാ നടപടികൾ പരാതിരഹിതമായി നടത്താൻ കഴിഞ്ഞുവെന്നാണ് മന്ത്രി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അധ്യാപക പരിശീലനത്തിന് കേരളത്തിൽ തുടക്കമായെന്നും പദ്ധതിയിലൂടെ 80,000 അധ്യാപകർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവൻ വരുന്ന സ്വർണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ താമരക്കുളം പനങ്ങാട് അമ്പാടി വീട്ടിൽ 41 വയസ്സുള്ള പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വൈകിട്ട് 7-ഓടെ ബൈക്കിൽ വന്ന പ്രതി റോഡിലൂടെ നടന്നു വന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയ്യൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മാല പൊട്ടിച്ച കേസുകളുണ്ട്. കൂടാതെ ബംഗളൂരുവിൽ നിരവധി മാല പൊട്ടിക്കൽ, കള്ളനോട്ട് കേസുകളുമുണ്ട്. ബംഗളൂരുവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച പ്രതി കഴിഞ്ഞ ഒക്ടോബറിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം ഇവിടെയും കുറ്റകൃത്യങ്ങൾ നടത്തി വരികയായിരുന്നു. പുതുക്കാട് പോലീസ് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ പ്രദീപ് കുമാർ, സുധീഷ്, CPO ശ്രീജിത്ത് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, തൃശൂർ. മാമ്പ്ര പൈങ്കാവിൽ കപ്പേളകളുടെ ഭണ്ഡാരപ്പെട്ടികളും കടയും കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരപ്പെട്ടികളിൽ നിന്ന് മോഷണം പോയ തുക വ്യക്തമല്ല. കടയിൽ നിന്നും 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടമായി. 2 ബൈക്കുകളിലായി 6 പേരടങ്ങുന്ന സംഘം ലോക്കുകളും മറ്റും മുറിക്കുന്നതിനുള്ള കട്ടറും കൊണ്ടാണ് എത്തിയത്. രാവിലെ 3:15-ഓടെയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. 5 യുവാക്കളും ഒരു പെൺകുട്ടിയും സംഘത്തിലുണ്ടായിരുന്നു. മാമ്പ്ര പൈൻകാവ് കപ്പേളയും അതിനോട് ചേർന്നുള്ള PP സ്ട്രോഴ്സും ഇവിടെ നിന്നും 50 മീറ്റർ ദൂരെയുള്ള മറ്റൊരു കപ്പേളയും ഇവർ കുത്തി തുറന്നിട്ടുണ്ട്.
മോഷണം നടത്തണമെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളുമായി എത്തിയ ഇവർ നിമിഷങ്ങൾക്കുള്ളിലാണ് 3ഇടങ്ങളിലെയും മോഷണം നടത്തിയിരിക്കുന്നത്. കളവ് നടത്തിയത് ചെറുപ്പക്കാരാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പൈങ്കാവ് കപ്പലയ്ക്ക് സമീപം പട്ടമാടി ബെന്നിയുടെ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന PP സ്റ്റോഴ്സാണ് കുത്തി തുറന്നിരിക്കുന്നത്. ഏകദേശം 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും കളവ് പോയതായി കടയുടമ പറഞ്ഞു. ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന വെളിച്ചെണ്ണകളും ബേക്കറി പലഹാരങ്ങളും മറ്റുമാണ് ഇവർ മോഷ്ടിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. വേനൽ ചൂട് കനത്തത് അതിരപ്പിള്ളി ടൂറിസം മേഖലയിലെ റിസോർട്ടുകൾക്ക് തിരിച്ചടിയാകുന്നു. സഞ്ചാരികൾ ഇല്ലാതായതോടെ മേഖലയിലെ റിസോർട്ടുകളും അടച്ചിടൽ ഭീഷണിയിലായി. വേനൽ ചൂട് കനത്തതാണ് റിസോർട്ടുകൾക്ക് പ്രതിസന്ധിയായത്. സീസൺ ആരംഭിച്ചിട്ടും റിസോർട്ടുകളിൽ കാര്യമായ ചലനമുണ്ടാകുന്നില്ല. ശനിയാഴ്ച മാത്രമാണ് റിസോർട്ടുകളിൽ ചിലരെങ്കിലും എത്തുന്നത്. സീസൺ ആരംഭിച്ചിട്ടും റിസോർട്ടുകളിൽ കാര്യമായ ചലനമുണ്ടാകുന്നില്ല. ശനിയാഴ്ച മാത്രമാണ് റിസോർട്ടുകളിൽ ചിലരെങ്കിലും എത്തുന്നത്. ബാക്കി ദിവസങ്ങളിൽ റിസോർട്ടുകളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ സീസണുകളിൽ മുഴുവൻ ദിവസങ്ങളിലും സഞ്ചാരികളുടെ തിരക്കാണ് റിസോർട്ടുകളിൽ അനുഭവപ്പെട്ടിരുന്നത്. അതിരപ്പള്ളി മേഖലയിൽ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവാണ് ഈ സീസണിൽ അനുഭവപ്പെടുന്നത്. എത്തുന്ന സഞ്ചാരികളാകട്ടെ ഇവിടെ തങ്ങാതെ തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത്. ഇത് റിസോർട്ടുകളെയാണ് കാര്യമായി ബാധിക്കുന്നത്. അതിരപ്പള്ളി മേഖലയിൽ ചെറുതും വലുതുമായ 80ഓളം റിസോർട്ടുകളാണ് ഉള്ളത്. റിസോർട്ടുകളിൽ തിരക്കില്ലാതായതോടെ ഇതിനെ ആശ്രയിക്കുന്ന 500ഓളം ജീവനക്കാരും ദുരന്തത്തിലായിരിക്കുകയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കനത്ത പ്രതിസന്ധിയാണ് റിസോർട്ടുകൾ നേരിട്ടത്. ഈ സീസൺ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു റിസോർട്ട് ഉടമകൾ. എന്നാൽ കനത്ത ചൂട് വില്ലനായി മാറിയിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ടടിച്ച് തകർത്ത് കാറുടമയെ ആക്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. കൊടകര സ്വദേശിയും മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ കണ്ണമ്പിള്ളി വീട്ടിൽ KO വർഗീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പൂവത്തിങ്കൽ പോയി മടങ്ങി വരുന്നതിനിടെ കാറിന് മുന്നിലൂടെ സൈഡ് നൽകാതെ കുറേ ദൂരം ബൈക്കോടിച്ച് പോകുന്നവരോട് സൈഡ് നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രകോപിതരായി കാറിന്റെ മുൻവശത്തെയും വശങ്ങളിലെയും ചില്ല് ഹെൽമറ്റ് കൊണ്ട് തല്ലിപ്പൊട്ടിക്കുകയും വർഗീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുമെന്നുമാണ് പരാതി. വരാപ്പുഴയിൽ തീപിടുത്തം. ചെട്ടിഭാഗം മാർക്കറ്റിന് സമീപം ഫോർസ് ലേഡീസ് കോർണർ എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. ഏലൂർ, പറവൂർ എന്നീ ഫയർ സ്റ്റേഷനുകളിലെ 3 യൂണിറ്റുകൾ എത്തിയാണ് പൂർണ്ണമായും തീ അണച്ചത്. കട പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ ഒരു കടയിലേക്കും തീ വ്യാപിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർ ഓഫീസർ VG റോയ് പറഞ്ഞു. ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 5ാമത് അഖില കേരള സെവൻസ് ടൂർണമെന്റ് മെയ് 2 മുതൽ 5 വരെ വാളൂർ NSHS ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2-ന് വൈകിട്ട് 5-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ശശി ചംക്രമത്ത് അധ്യക്ഷനാകും. വൈകിട്ട് 7 മുതലായിരിക്കും മത്സരങ്ങൾ. 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. പ്രവേശനം സൗജന്യമായിരിക്കും. വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ MH നൌഷാദ്, KH ഫൈസൽ, CS സുജേഷ്, ശശി ചംക്രമത്ത്, VK മോഹനൻ, PK സിദ്ദിഖ്, ബാബു നമ്പാടൻ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു. മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കായിക പരിശീലന ക്യാമ്പ് തുടർന്നു കൊണ്ടുപോകാൻ അധികൃതർ തീരുമാനിച്ചു. കളിയാണ് ലഹരി എന്ന സന്ദേശത്തോടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി 1 മാസത്തേക്കാണ് വേനലവധി ക്യാമ്പ് ആരംഭിച്ചത്. എന്നാൽ ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന മൊബൈൽ അഡിക്ഷൻ, ലഹരി വസ്തുക്കളുടെ കെണി എന്നിവയെ കായിക പരിശീലനങ്ങളിലൂടെ അകറ്റി നിർത്തി ജീവിതമാണ് ലഹരി എന്ന പാഠം ഉൾക്കൊള്ളാൻ വിവിധ ഇനങ്ങളിലുള്ള കായിക പരിശീലനങ്ങൾ ആരംഭിക്കുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. 1 വർഷം വരെ ക്യാമ്പ് തുടരും. പ്രിൻസിപ്പൽ KS ലേഖ, ഹെഡ് മിസ്ട്രസ് PA ജാസ്മി, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുത്തഞ്ചിറ പഞ്ചായത്തിൽ ഗുരുവായൂർ ഊർജമിത്രയുടെ നേതൃത്വത്തിൽ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകർ, പാടശേഖര സമിതി എന്നിവരുടെ യോഗം സംഘടിപ്പിച്ചു.
PM കുസുമം പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ, അനർട്ട് ജില്ലാ എഞ്ചിനീയർ പ്രിയേഷ് KV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AN രേണുക, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുമാത്ര കടലായി അന്നിക്കര പാടത്ത് തീപിടിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പുല്ലൂറ്റ് ഫയർഫോഴ്സിൽ നിന്നും എത്തിയ 2 യൂണിറ്റുകൾ 2 മണിക്കൂറോളം ശ്രമിച്ചിട്ടാണ് തീ അണയ്ക്കാനായത്. ഫയർഫോഴ്സ് ഓഫീസർ ജയകുമാർ, സൂരജ്, സുജിത്, ഫൈസൽ, ഡ്രൈവർമാരായ വിഷ്ണു, ജിതിൻ, ഹോംഗാർഡ് വർഗീസ്, വാർഡ് മെമ്പർമാരായ ഷറഫുദ്ദീൻ TK, നിഷ ഷാജി, മോഹനൻ BP, നാട്ടുകാരായ റഷീദ്, സനൽ, സന്ദീപ്, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടുത്ത ചൂടിൽ നാടിനെ വിയർപ്പിച്ച് KSEBയുടെ വൈദ്യുതി നിയന്ത്രണം. രാത്രി പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു. കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം മറികടക്കാനാണെന്നാണ് KSEBയുടെ വിശദീകരണം. ലോഡ് കൂടി ട്രാൻസ്ഫോർമറുകൾ ട്രിപ്പാകുന്നു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഓഫ് ചെയ്യേണ്ടി വരുന്നു. അണക്കെട്ടുകളിൽ 2 ആഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ഇതിനിടെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈദ്യുതി ഉപയോഗം 11.3 കോടി യൂണിറ്റാണ്. ഏപ്രിൽ 9-ലെ 11.1 കോടി യൂണിറ്റാണ് മറികടന്നത്. ലോഡ് ഷെഡിംഗ് വേണമെന്ന് സർക്കാരിനോട് KSEB ആവശ്യപ്പെട്ടു. KSTA ചാലക്കുടി ഉപജില്ലയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ പൊതുവിദ്യാലയ ക്യാമ്പയിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തെ നവാഗതരെ വീടുകളിലെത്തി സന്ദർശിച്ച് വിദ്യാലയങ്ങളിലേക്ക് അവരെ സ്വാഗതം ചെയ്തു. കൊടകര അഴകത്ത് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC സിജി മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മണ്ണുത്തിയിൽ ബസ്സിൽ കടത്തിയ 12 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. പുന്നയൂർക്കുളം കല്ലാറ്റിൽ ഷമീൽ ഷെരീഫാണ് അറസ്റ്റിലായത്. SSLC പരീക്ഷാ ഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഫലപ്രഖ്യാപനം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് 9-ന് പ്രസിദ്ധീകരിക്കും. മാമ്പ്ര പൈങ്കാവിൽ കപ്പേളകളുടെ ഭണ്ഡാരപ്പെട്ടികളും കടയും കുത്തിത്തുറന്ന് മോഷണം. ഭണ്ഡാരപ്പെട്ടികളിൽ നിന്നും മോഷണം പോയ തുക വ്യക്തമല്ല. കടയിൽ നിന്നും 15,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടമായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.